കോഴിക്കുഞ്ഞുങ്ങളെ തുറന്നു വിട്ടുപോലെ ഇവിടെ ആനക്കരുത് ജീവിക്കാൻ നിവർത്തിയില്ല. എപ്പോഴാണ് ഇത് വരണ പോണെന്നൊന്നും നമുക്കറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ ഉറക്കത്തിലായി പോകും. അപ്പോഴിത് വന്ന് എന്തൊരു ചെയ്യണമെന്നൊന്നും അറിയത്തില്ലല്ലോ. ഒന്നേ നമ്മൾ ഇവിടുന്ന് ഇറക്കി വിടണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കിടക്കാൻ ഒരു സുരക്ഷിതങ്ങളുണ്ടാക്കി തരണം. ഇവിടെ വീട്ടിൽ കിടന്ന് മരിക്കട്ടെ എന്നും പറഞ്ഞ് ഒരു മനുഷ്യൻ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. ഇതില് പറയാനുള്ളതെന്ന് വെച്ചാൽ റോട്ടിൽ എത്തണമെങ്കിൽ, രാത്രി എത്തണമെങ്കിൽ റോട്ടിലൊരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലല്ലേ? ഇല്ല. ഇവിടെ ഫോറസ്റ്റുകാർ നമുക്ക് സുരക്ഷിത ഉണ്ടാക്കി തന്നെയാണ് ഈ കൊപ്പം കോരിയത്. ഇപ്പൊ കൊപ്പ ഇടിച്ചാണ് ആന ഇറങ്ങുന്നത്. സർക്കാരായാലും മന്ത്രി ആയാലും ആരായാലും, പക്ഷെ ഒരു കാര്യം പറയാം, ഇനി ഇവിടെ ഞങ്ങൾക്ക് ഒന്നിനെ ആന കൊന്നു കഴിഞ്ഞ. നമസ്കാരം. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 1/3 വരുന്ന പ്രദേശങ്ങളിൽ നിന്നും മിക്കപ്പോഴും കാടായിട്ടുള്ള പ്രദേശങ്ങളാണ് ഇവിടെ ഉള്ളത്. അവിടെ നിന്നും മുൻപെങ്ങും ഇല്ലാത്ത രീതിയിൽ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വളരെയധികം പേടിയോടുകൂടിയാണ് തിരുവനന്തപുരം പെരിങ്ങ പഞ്ചായത്തിലെ ശാസ്ത്രനടയിലെ പ്രദേശവാസികൾ കഴിഞ്ഞുകൂടുന്നത്. 100ഓളം വീടുകളും പ്രദേശവാസികളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ കൂടെ ഇന്ന് ഈ അടുത്തിടെ ഇവിടെ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ആളുടെ വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോയത് തുളസി ചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. അത് പിന്നെ ഈ ഇടയ്ക്കാണ് ആ പുള്ളിയെ പിന്നെ കൊല്ലയും ഇതെല്ലാം ചെയ്ത്. അതിനിടയ്ക്കാണ് ഇപ്പം രണ്ട് പയ്യന്മാരെ തന്നെ വണ്ടിയിൽ നിന്ന് ഇടിച്ചിടുകയും പിന്നെ ഇതെല്ലാം ചെയ്തത്. ഈ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് വരെ ആന ഇറങ്ങാറുള്ള സ്ഥലമാണല്ലേ? ഇറങ്ങാറുള്ള സ്ഥലമാണ്. ഈ കാട്ടിൽ നിന്നൊക്കെ ആന ഇറങ്ങി വരാറുണ്ട്. കാട്ടിൽ നിന്ന് ഇറങ്ങി വരാറുണ്ട്. പിന്നെ വന്ന് ഈ തോട്ടിൽ വന്ന് വെള്ളം കുടിക്കുകയും ഇതേപോലെ വന്ന് ഈ തീറ്റികളും ഇതൊക്കെ പറിച്ച് തിന്നിട്ട് ഇവിടെ ഈ പിന്നെ റോഡിൻ്റെ അരികിൽ തന്നെ അങ്ങ് നിൽക്കും. ഇത് ഇരപ്പച്ചതപ്പെന്ന് പറയും. ഇതില് പിന്നെ അവിടെ പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ അത് അതിലെ റോഡുണ്ട് എങ്കിലും അവർ ഇതിലെ തന്നെ കുറുക്ക് വഴിക്ക് ഇറങ്ങി പോവുകയും ഇതെല്ലാം ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളിപ്പം പിന്നെ മേളിൽ പോകണം. അത് കുമ്പരല ചതുപ്പ് എന്ന് പറയും. ഈ ചതുപ്പിന്റെ പേരാണ് ഇത് ഇരപ്പിച്ചതുപ്പ്. ഇപ്പം നമ്മളിപ്പം ഈ ആന ചവിട്ടി കൊന്നെന്ന് പറഞ്ഞ ആ പുള്ളിയുടെ വീടാണ് ഇപ്പം ഈ പിന്നെ കൊമ്പരാല ചതുപ്പ് എന്ന് പറയും. ഇപ്പൊ വേനലായതോടെ സ്ഥിരം വേനലായതെന്ന് വെച്ചാൽ ഇപ്പം ഉൾക്കാട്ടിൽ നിന്ന് പിന്നെ അങ്ങോട്ടൊന്നും വെള്ളം ഇതൊന്നും ഇല്ല. ഇപ്പൊ ഈ വെള്ളം കുടിക്കാനും ഇതിനൊക്കെയാണ് ഈ മൃഗങ്ങളെല്ലാം ചെറിയ തോടൊക്കെ ഇത് മേളന്ന് വരുന്ന ഇത് പിന്നെ ഉള്ളു കാട്ടിൽ നിന്ന് വരുന്ന തന്നെ ഇത് പിന്നെ അത് ഈ മഴ സമയത്തൊക്കെ ഈ വെള്ളം ഉള്ളു. ഈ താഴ്ന്ന് ഇവിടെയൊക്കെ അപ്പൊ ഈ തണല് ഭാഗങ്ങളാണ് വന്ന് ഈ വെള്ളം ഇതൊക്കെ കുടിച്ചിട്ട് ഇവിടെയൊക്കെ പിന്നെ തങ്ങി നിൽക്കും. രാത്രി കുറച്ച് പാടാണല്ലോ. പിന്നെ രാത്രി പാടാണ്. രാത്രി പാടെന്ന് വെച്ചാൽ പിന്നെ സന്ധ്യ ആയി കഴിഞ്ഞാൽ റോഡിൽ തന്നെ ആന. വെട്ടൊന്നും ഇട്ടിട്ടില്ല, ലൈറ്റ് ഒന്നും വെച്ചിട്ടില്ല. അത് പറഞ്ഞില്ലേ ഇല്ല? അത് നമ്മള് പഞ്ചായത്തിലൊക്കെ പറഞ്ഞു. അത് മെമ്പർമാര് പിന്നെ ലൈറ്റ് ഉണ്ട് എന്ന് പറയുന്നില്ലാതെ അവരെ കൊണ്ട് വെക്കാൻ പറ്റുന്നില്ല. ലൈറ്റ് ഒരു അത്യാവശ്യ കാര്യമല്ലേ ഏട്ടാ? തന്നെ അത് പിന്നെ നമുക്ക് അവരത് പറയാനേ പറ്റുള്ളൂ. അത് അവരെ കൊണ്ട് വെക്കാന്ന് പറയുന്നവര് ഇതുവരെയ്ക്കാറ്റും അങ്ങനെ ഒന്നും കൊണ്ട് ചെയ്തിട്ടില്ല. പിന്നെ അത് നമ്മൾ വിരട്ടിയാൽ പോലും പിന്നെ ആന പോകത്തില്ല. പിന്നെ വെച്ചാൽ ഒന്നത്തെ കാര്യം നമ്മൾ എറിയാനാ, നമ്മൾ അതിനെ അടിക്കാനാ പിടിക്കാനാ ഇതിനൊന്നിനും നമ്മൾ പിന്നെ പോകുന്നില്ല. നമ്മളെപ്പോഴും ഒറ്റയ്ക്കാണ് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ഇത് നമ്മളെ എറിയാൻ നമ്മളെ വാസൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അത് നമ്മളെ പിന്നെ ആന നമ്മളെ നോക്കി വെച്ചേക്കും. ഫോറസ്റ്റുകാരെ വിളിക്കാറില്ലേ? അത് ഫോറസ്റ്റുകാരെ വിളിക്കും. അത് പിറ്റേന്ന് ചിലപ്പോൾ ഇതെല്ലാം ഈ നാശപ്പെടുത്തിയ ശേഷമായിരിക്കും പിന്നെ ഇവരെ നമ്മൾ അറിയിപ്പിക്കുന്നു. അറിയിപ്പിക്കുമ്പോൾ അവർ വന്നത് കണ്ടിട്ട് അവരങ്ങ് പോകും. അവർക്കിപ്പോൾ അവർ ആനേനെ മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ള മൃഗത്തിന് ഇപ്പം നമ്മളൊരാളെ ചവിട്ടി കൊല്ലേ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ വീട് എന്തെങ്കിലും ഇടിച്ച് പൊളിക്കുക, ഇതെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒന്നുമില്ല, അവരെ മൃഗത്തിനൊന്നും സംഭവിക്കരുത്. അതായത് ഇവിടെ പറഞ്ഞു കേട്ട പോലെ ഇവിടെ ടവറോ അങ്ങനെ ഒന്നുമില്ല. അത്യാവശ്യത്തിന് വല്ല നമ്മൾ വിളിക്കുക എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വെളിയിൽ വന്നെങ്കിലേ നമുക്ക് ടൗണിൽ വന്നെങ്കിലേ ഉള്ളൂ. ഇപ്പം തന്നെ ഒരാളെ ഒരു ആസ്ത്രി കേസാ ഇപ്പം എന്തെങ്കിലും ഉണ്ട്, നമ്മൾ ഒരു പിന്നെ വണ്ടി വിളിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ റേഞ്ചുള്ള ഭാഗത്ത് വന്ന് വിളിച്ചെങ്കിലേ പിന്നെ ടൗണിൽ നിന്ന് വണ്ടി കയറി വരുള്ളൂ. പിന്നെ അപ്പഴേ ഏതാണ്ടൊക്കെ ഇവിടെ ആള് തീരും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആരും അറിയുന്നില്ലല്ലേ? ഇപ്പൊ തന്നെ ഈ പിന്നെ ഭൂമികൾ ഇങ്ങനെ ചുമ്മാതെ അങ്ങ് ഇട്ടേക്കണെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കൃഷികളാവതൊന്നും ചെയ്യാനൊക്കില്ല. ഈ പിന്നെ കുരങ്ങന്മാരും ഈ പിന്നെ പന്നി, ബ്ലാവ് ഇങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം പിന്നെ ഇറങ്ങി സന്ധ്യ ആയപ്പോഴേ എല്ലാ മൃഗങ്ങളും ഇറങ്ങി എല്ലാം നാശപ്പെടുത്തി. ഇവിടെയുള്ള ആളുകളൊക്കെ എങ്ങനെയാ ജീവിക്കുന്നത്? ഇവിടെയുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും പിന്നെ ഇതെന്ന് വെച്ചാൽ പിന്നെ റോഡും ഭാഗത്തൊക്കെ പോയി ഈ പിന്നെ കൂലിപ്പണി ഇതൊക്കെ ചെയ്താണ് പിന്നെ ഇവിടെ വന്ന്. പിന്നെ അതാണ് ഈ സന്ധ്യയ്ക്ക് നമ്മൾ പണിയും കഴിഞ്ഞിട്ട് ചിലപ്പോൾ 8 മണി ചിലപ്പോൾ 9 മണിയൊക്കെ കഴിഞ്ഞാണ് നമ്മൾ രാത്രി കയറി വരുന്നത്.
എന്നാണ്ട് പിന്നെ എന്നെ വലിച്ചു പറിച്ചിട്ടേക്കണ മൊത്തം ആനയാണ്. അത് ഇന്നലെ രാത്രിയിലെ സംഭവമാണ്. വലിച്ചു പറിച്ചിട്ട് വലിച്ചു പറിച്ച് അതെല്ലാം തിന്ന് ഇവിടെ വെള്ളം കുടിച്ചോട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കും. അപ്പോഴായിരിക്കും ഈ നമ്മൾ കൂലിപ്പണി കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് നമ്മളെ വീട്ടുകളിൽ വരാൻ വേണ്ടി. ഇവിടെ മറ്റേ ലൈൻ കമ്പി ഇല്ല, വൈദ്യുതി കമ്പി ഇല്ല. ഇല്ല. പിന്നെ ഇവിടെ ആണ്ട് ഈ സൈഡിൽ കൂടെ ഈ കൊപ്പം കോരിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ചതുപ്പ് കൊപ്പം കോരിയിട്ടുണ്ട്. പിന്നെ കൊപ്പം എന്ന് വെച്ചാൽ ഇങ്ങനെ ചാല് കോരി വെച്ചിട്ടുണ്ട് മറ്റുള്ള മൃഗങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി. അപ്പം പിന്നെ ഇത്രയും സ്ഥലം ഗ്യാപ്പാറ്റി കിടക്കുകയാണ്. ഇതിലെ സുഖമായിട്ട് ആനയ്ക്കാലും മറ്റുള്ള മൃഗങ്ങൾക്ക് കയറി വരാം. ശാസ്തമംഗലത്തെ കഴിഞ്ഞ ദിവസം ആന ചവിട്ടിക്കൊന്ന ബാബു എന്ന ആളിൻ്റെ വീടിൻ്റെ മുന്നിലാണ്. അദ്ദേഹം വർഷങ്ങളെടുത്ത് സ്വപ്നം കണ്ട ഒരു ഭവനമാണ് പുറകിൽ പണി തീരാൻ കാത്തു കിടന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇന്ന് എന്നോടൊപ്പം ഉണ്ട്. അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. അമ്മയുടെ മൗനായിരുന്നോ? എൻ്റെ മോൻ. എന്തായിരുന്നു? ജോലി കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നോ? ജോലിക്ക് അങ്ങോട്ട് പോവുകയായിരുന്നു. എങ്ങോട്ട്? ഈ അടിപ്പറമ്പെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് ഈ പെരിങ്ങമല ചെന്നിട്ട് ഇതുപോലൊരു ചതുപ്പ് തന്നെ അതും. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ കറങ്ങി പാലോടി എന്നിട്ട് പിന്നെ അതിലെ പെരിങ്ങമല പോയൊക്കെ വരെ വണ്ടിക്കൂലി വേണം. അപ്പോൾ ഈ അടിപ്പറമ്പെന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ഇതിലേ പോയി വരാൻ ഈ കാട്ടിക്കൂടെ പോയി വരാൻ എളുപ്പമാണല്ലേ? ഏതാ വഴി? ഇവിടുന്ന് അങ്ങ് പോണല്ലേ? അങ്ങ് കയറണം. അങ്ങ് കയറിയിട്ട് അതിലേ അങ്ങ് കുറുക്കിന് ഞങ്ങൾക്ക് പോകാം. അങ്ങനെ പോയതാണ്. അങ്ങനെ പോയതാണ്. അപ്പോൾ അവിടെ അവൻ്റെ ഒരു ചിറ്റപ്പന് ആട്ടുകൂട് വയ്ക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പോയതാണ്. അപ്പോൾ അത്രയും ദിവസം കാണാത്തോണ്ട് ചെന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരിരുന്നു. നമ്മളിവിടെ അവർ അങ്ങ് എത്തിയെന്നും പറഞ്ഞുകൊണ്ടിരുന്നു. 2-3 ദിവസം കഴിഞ്ഞ് അവനെ കാണാത്തോണ്ട് അവർ ഇങ്ങോട്ട് തിരക്കി. ആട്ടുകൂട് വയ്ക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലേ, അത് വരാത്ത കാര്യമായിരുന്നു. അപ്പോൾ അവിടെ ഇവിടെ നിന്ന് വിളിച്ചാൽ അങ്ങോട്ടൊന്നും കിട്ടൂല, അവർ ഇങ്ങോട്ട് വിളിച്ചാൽ എവിടെയും കിട്ടൂല. അങ്ങനെ അവർ തിരക്കി വന്നു. ചെല്ലാത്ത എന്താണെന്നും പറഞ്ഞുകൊണ്ട് നീ ഇവിടെ വല്ല പണിക്കങ്ങനെ നിൽക്കണ എന്നും പറഞ്ഞിട്ട് തിരക്കി വന്നപ്പോൾ നമ്മൾ പറഞ്ഞു അവനങ്ങ് വന്നല്ലേ, 3-4 ദിവസം ആയില്ലേ വന്ന്. അപ്പോഴും പറഞ്ഞങ്ങ് വന്നില്ല. അങ്ങനെയാണ് ഇവിടെ പിന്നെ ഇങ്ങനെ പോയവൻ പിന്നെ എങ്ങോട്ട് പോയെന്ന് തിരക്കി ചെന്നപ്പോഴത്തേക്ക് മരിച്ചു കിടക്കണം എന്നാണ് പറയണത്. ആണല്ലേ? കാട്ടാന ആക്രമിച്ചു എന്നാണോ? കാട്ടാന ആക്രമിച്ചതാണ്. അന്നേ കാട്ടാനയൊക്കെ കണ്ടു എടുത്തും. അന്നൊക്കെ ഇത്ര ശല്യമില്ലായിരുന്നു. നമ്മൾ ഇറങ്ങുമ്പോൾ പാട്ടേ അതൊക്കെ ഇട്ട് അടിക്കപ്പോൾ അവരങ്ങ് പോകും. ഇപ്പം പിന്നെ അങ്ങനെ പോകൂല. ഇങ്ങോട്ട് ആക്രമത്തിന് കയറേ ഉള്ളു. പിന്നെ നമുക്കൊരു ഭൂമിയൊന്നും ഇല്ലാതെ സർക്കാർ സ്ഥലമാണ്. നമുക്ക് എവിടെയെങ്കിലും കിടക്കണ്ടേ, അങ്ങനെ കിടക്കുന്നു. വരുമ്പം അവർ വരണത് അറിയണമെങ്കിൽ ഇതുപോലെ പിള്ളേർ വല്ല പാട്ടേ അതായതൊക്കെ ഇട്ട് അടിച്ച്, രാത്രിയാണെങ്കിൽ തീയൊക്കെ ഇട്ട് അങ്ങനെ തീ ഇടുന്ന സ്ഥലമാണല്ലോ അവിടെ. ഇതിനിപ്പോൾ സന്ധ്യയപ്പോൾ അവിടെ തീ കത്തിക്കും. അതിൻ്റെയൊക്കെ ഇത് സഹായം കൊണ്ടൊക്കെയാണ് കിടക്കുന്നത്. എപ്പോഴാണ് ഇത് പോകണമെന്നൊന്നും നമുക്കറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ ഉറക്കത്തിലായി പോകും. അപ്പോഴിത് വന്ന് എന്തൊരു ചെയ്യണമെന്നൊന്നും അറിയത്തില്ലല്ലോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കറണ്ട് എന്നുമില്ല. ഇന്നലെ ഞങ്ങൾ ഒരു നേരം വരെ ഇരുന്നു ഈ പിള്ളേരെയും കൊണ്ട് താഴിയൊക്കെ ഇട്ട്. ഇന്നലെ ആണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ദിനസരി ഇതാണ്. ഇതുപോലെ ജോലിക്ക് പോയത് എൻ്റെ അനിയൻ പോയി 2-3 ദിവസം കഴിഞ്ഞ് ജോലിയും കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞിട്ട് കാണാത്തതിനെ കൊണ്ട് എൻ്റെ അനിയത്തി വിളിച്ച് ആ വീട്ടിലേക്ക് വിളിച്ചവൻ പറഞ്ഞു അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. തിരിച്ച് ഇവിടെ വന്ന് പെങ്ങളെ ഭർത്താവിൻ്റെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞു. അപ്പം പറഞ്ഞു ഇതൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞാണ് പോയി കണ്ടുപിടിച്ച് ഫോറസ്റ്റുകാരും പോലീസുകാരും എൻ്റെ വീട്ടിൽപ്പെട്ട ആൾക്കാരെല്ലാവരും കൂടെ വന്നാണ് കൊണ്ടുപോയത്. ഒന്നേ നമ്മൾ ഇവിടുന്ന് ഇറക്കി വിടണം, അല്ലെങ്കിൽ നമുക്കിവിടെ കിടക്കാനൊരു സുരക്ഷ നിങ്ങൾ ഉണ്ടാക്കി തരണം. ഇവിടെ ഫോറസ്റ്റുകാർ നമുക്ക് സുരക്ഷ ഉണ്ടാക്കി തന്നെയാണ് ഈ കൊപ്പം കോരിയത്. ഇപ്പം കൊപ്പ ഇടിച്ചാണ് ആന ഇറങ്ങുന്നത്. അത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒരു വഴിവിളക്കാവട്ടെ ഒന്നുമില്ല ഇവിടെ. അപ്പൊ അത്രയും ബുദ്ധിമുട്ടാണ്. പറഞ്ഞു ഞങ്ങൾ എല്ലാവരും MLA അടുത്തും എല്ലാ പാർട്ടിക്കാരടുത്തും എല്ലാ ഉദ്യോഗസ്ഥന്മാരും നമ്മൾ ഇതുപോലെ വരുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നുണ്ട്. ഈ ഇലക്ഷന്റെ സമയത്ത് മാത്രം അവർ ഇങ്ങോട്ട് വരും. ഇലക്ഷന്റെ സമയത്തിന് ഇല്ല, പിന്നെ ഒന്നും അറിയാൻ ഇല്ല. കൊച്ചുങ്ങൾക്ക് പഠിക്കാനും പോകാനും ഒക്കെ ഭയങ്കര പാടാണ്. ഇങ്ങോട്ട് വന്ന വഴിക്ക് അവിടെ ആയിരുന്നു മെനഞ്ഞാന്നൊക്കെ ആന ഉണ്ടായിരുന്നു.
ഉച്ച സമയത്ത് വൈകിട്ടൊക്കെ ആന ശല്യമായിരുന്നു. പിന്നെ ഇവിടുന്ന് നമ്മളൊക്കെ പോയാണ് കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടുവരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ആനയുടെ ശല്യം കാരണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാനോ പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇല്ല. ഇല്ല. ഇപ്പൊ ഇനിയിപ്പോ 2 മാസം കടുത്ത വേനലായിരിക്കും. അപ്പോഴും പിന്നെ ഭയങ്കര ശല്യമായിരിക്കും. വെള്ളത്തിന് തീറ്റിക്കൊക്കെ ഇനി ഇറങ്ങൂലേ, ഭയങ്കര ശല്യമായിരിക്കും. പിള്ളേർക്ക് പോകാനും വരാനാണ് ഭയങ്കര പാടില്ല. കൂട്ടായിട്ടല്ലല്ലേ? ഇല്ല, ഒറ്റയൊക്കെയാണ് വരുന്നത്. ചില സമയങ്ങളിൽ കൂട്ടമായിട്ടൊക്കെ വരും. അങ്ങനെ ഭയങ്കര ശല്യമാണ്. കാട്ടുപോത്തും ഉണ്ട് ഇവിടെ. കാട്ടുപോത്ത്, ബ്ലാവ്, പന്നി. രാത്രി സമയങ്ങളിൽ പന്നിയും ബ്ലാവും ഒക്കെ ഭയങ്കര ശല്യമാണ്. ഇതില് പറയാനുള്ളതെന്ന് വെച്ചാൽ റോട്ടിൽ എത്തണമെങ്കിൽ, രാത്രി എത്തണമെങ്കിൽ റോട്ടിലൊരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലല്ലേ? ഇല്ല, ലൈറ്റുകളൊന്നും ഇല്ല. മൊബൈലിന്റെ വെട്ടമോ അല്ലേ? ആ, മാത്രമല്ല ഇവിടെ ടവർ ഇല്ല. വെളിച്ചം അത്യാവശ്യത്തിന് ഇല്ല, കിട്ടണമെങ്കിൽ റേഞ്ച് ഇല്ല. അങ്ങ് താഴെ ഭാഗത്തൊക്കെ ഉള്ളു. ഇവിടെ പിന്നെ കാടല്ലേ, കാട്ടിൽ കാട്ടാൻ എപ്പോഴും ഉണ്ട്. അങ്ങ് പറ ഇപ്പം പിന്നെ ഇഷ്ടം പോലെ കാട്ടാൻ എങ്ങാട്ടിറങ്ങിയാലും ഇല്ല. കോഴിക്കുഞ്ഞുങ്ങൾ അഴിച്ചുവിട്ടേക്കും പോലെയാണ്. എവിടെ ഇറങ്ങിയാലും ആന, രാത്രിയായിരുന്നാലും പകലായിരുന്നു. ഉപദ്രവകാരിയാണല്ലേ? ഉപദ്രവകാരിയാണല്ലേ? അടുത്തിടെ ബൈക്കിന് തട്ടി താഴെ ബൈക്കിന് തട്ടിയിട്ട് ഇടയ്ക്ക് ഒരാളെ കൊന്നു. നേരത്തെ ഇവിടെ 2-3 പേരെ കൊന്നിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആന മാത്രമല്ല, കരടി, കുരങ്ങ്, ഇതെല്ലാം ഭയങ്കര ശല്യമാണ്. കുരങ്ങിനകത്ത് ഒരു ഭാഗം നട്ടുവളർത്തി നമുക്ക് ഇവിടെ തിന്നാവില്ല. ഇവിടെ വരുവോ? മുറ്റത്തൊക്കെ ഇറങ്ങി വരുവോ? കോളിൽ ഇറങ്ങി വരുമെന്ന തെങ്ങിൻ്റെ മണ്ടയിലൊന്നും ഒരു ഭാഗം ഒറ്റയ്ക്ക് പോലും ഇല്ല ഈ കുരങ്ങ്. ആനയും വന്നെടുക്കും, വല്ലപ്പോഴൊക്കെ വന്നെടുക്കും. എനിക്ക് അല്ല അക്കരെ ഒരു 5 സെൻറ്റ് ഉണ്ടായിരുന്നു. അവർ കുറേ അടയ്ക്കായിരുന്നു. ഈയിടയ്ക്ക് കംപ്ലീറ്റ് ഒരൊറ്റ മൂടില്ലാതെ മൊത്തം ഇളകി ആന. ആന ശല്യം ഭയങ്കര ശല്യമാണ്. ആണല്ലേ? എപ്പോഴാണ് നീ അടുത്തിടെ നേരിട്ട് കണ്ടത്? നേരിട്ട് മിക്കവാറും കാണുന്നത് ഇന്നലെയും കണ്ട്. ഇഞ്ഞ് ഏതാണ്ട് അതിലെ വന്നു എല്ലാം അവിടെ കയറി അവിടെ നിന്ന്. ആണല്ലേ? ആ, ആനനെ കാണുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആനയെ കാണുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ഒന്ന് വരട്ടിയൊക്കെ നോക്കി പോകുന്നല്ലേ? ഫോറസ്റ്റുകാരെ അറിയിക്കുമോ? ഫോറസ്റ്റുകാരെ അറിയിക്കും. പോകാതെ വയ്ക്കുകയാണെങ്കിൽ ഫോറസ്റ്റുകാരെ അറിയിക്കും. കോഴിക്കുഞ്ഞുങ്ങളെ തുറന്നു വിട്ടുപോലെ ഇവിടെ ആനക്കത് ജീവിക്കാൻ നിവർത്തിയില്ല. ജീവിക്കാൻ നിവർത്തി വെച്ചാൽ ആന ഇതുപോലെ വണ്ടി പോകണുണ്ട്. ഇതുപോലെ ഇങ്ങനെ വരും ആന. നമ്മളെന്ത് ചെയ്യാൻ പറ്റും? ആനയാണ്, എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിവിടെ നിന്നിങ്ങനെ ലൈറ്റ് അടിക്കേ ചിലപ്പോൾ പോകും, ചിലപ്പോൾ പോകില്ല. ഇവിടെ വന്ന് ഇവിടെ വന്ന് തെങ്ങും വാഴയും ഒക്കെ എടുത്ത് പേടിച്ച് ചിലപ്പോൾ ഓടി നമ്മൾ വീട്ടിനകത്ത് കയറും. എന്ത് ചെയ്യാൻ പറ്റും? 3-4 പേരെ ഇവിടെ ആന കൊന്ന്. കുരങ്ങിൻ്റെ ശല്യമാണെങ്കിൽ അത് അതിൻ്റെ അപ്പുറം. കുരങ്ങിൻ്റെ ശല്യം ഒരു ഭാഗം നമുക്ക് വേല എടുത്ത് തിന്നാൻ നിവർത്തിയില്ല, കിട്ടൂല. അത് നമുക്ക് തിന്നില്ലെങ്കിൽ പട്ടിണി ആയിരുന്നാൽ ഈ ആന ശല്യം എന്ത് ചെയ്യാൻ പറ്റും? അതിന് എന്തെങ്കിലും നമുക്ക് ഒരു നടപടി എടുത്തു തന്നാൽ അതിന് നമ്മൾ തൊഴുതരുന്ന് ആരോടെ പറയണേ നമ്മൾ പറയണം. ഈ ആനയ്ക്ക് എന്തെങ്കിലും ഒരു നിയന്ത്രണം. കുരങ്ങിൻ്റെ കാര്യം നമുക്ക് തിന്നാനില്ലെങ്കിലും പെരയ്ക്കകത്ത് പട്ടിണി ആയിരുന്നാലും കിടക്കാം. പക്ഷേ ഈ ആനയ്ക്ക് മനുഷ്യൻ്റെ ജീവന് നിങ്ങളായിരുന്നാലും സർക്കാരായിരുന്നാലും ആരെങ്കിലും ഇതൊരു തീരുമാനം എടുത്തു തന്നാൽ പടച്ചവൻ്റെ ഭാഗത്തെ പുണ്യം കിട്ടും. അത്രേ പറയാനുള്ളൂ. ഒരു രോഗം വന്നാൽ പോലും എങ്ങനെ വണ്ടി വരൂല? മടത്തറേന്നാണ് നമ്മൾ വണ്ടി വിളിക്കുന്ന. 6 മണി കഴിഞ്ഞാൽ വണ്ടി വരൂല. ഇവിടെ കിടന്ന് മരിക്കാനേ പോകും. പോസ്റ്റിൽ ഒരു ലൈറ്റ് പോലും ഇല്ലല്ലോ? ഇല്ല, ഈ പോസ്റ്റിലൊന്നും ലൈറ്റ് ഇല്ല. ഒരു മനുഷ്യർ നിങ്ങളെപ്പോലെ ആരും വന്ന് എന്താണ് ഏതാണെന്ന് ഇവിടെ വന്ന് ഒന്നും തിരക്കുന്നില്ല. ഇവിടെ ഉള്ള ജനങ്ങൾ ഇറങ്ങി നമുക്ക് ഇന്ന ബുദ്ധിമുട്ടാണ് എന്നും പറഞ്ഞ് ഇപ്പം ഞാൻ ഇങ്ങനെ തുറന്ന് നിങ്ങളടുത്ത് പറയണമെന്നല്ലാതെ ആരും ഇറങ്ങി എന്താണ് ഏതാണ് എന്ന് ആരടുത്ത് എന്ത് പറയാൻ ഒന്നും പറയുന്നില്ല. ഇവിടെ ജീവനെ പേടിച്ച് ഇങ്ങനെ പെരയ്ക്കകത്തിരിക്കും. ഒരു ജോലിക്കൊന്നും പുറത്ത് പോയിട്ട് രാത്രിയൊന്നും കൊച്ചുങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ വയ്യ. ഒരു കൊച്ചുങ്ങൾക്ക് ആകെ ഉള്ള ഒരു ബസ് രാവിലെ വരും. അത് ശനിയും ഞായറും ഇല്ല. ശനിയാഴ്ച ഞായറാഴ്ച ഇവിടെ ബസ്സില്ല. ഒരു മനുഷ്യർ ഇറങ്ങി നമുക്കിവിടെ ബസ് വേണം, തന്നേ പറ്റൂ എന്ന് എന്ത് പറയാൻ പറഞ്ഞിട്ട് ഉപയോഗമില്ല. ശനിയാഴ്ചയും ഞായറാഴ്ചയും ബസ് വിടൂല്ല. പേടിച്ച് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ എടുക്കാനോ നടന്ന് ഈ ബസ് വന്നാൽ ഇവിടെ ഇങ്ങനെ 8 മണിയാകുമ്പോൾ വരും, നിർത്തൂല. 8 മണിയാകുമ്പോൾ വരും, അവിടെ ആൾക്കാർ നിൽക്കുന്നവരെ എടുക്കും, അങ്ങ് പോകും. പിന്നെ ഉള്ളവർ പേടിച്ച് നടന്നു പോവില്ല. ആന പിടിക്കും. അത് പേടിച്ച് ജീവനെ പേടിയില്ല, നടന്ന് പിന്നെ പോവേയില്ല. നമുക്ക് പെട്ടെന്നൊരു ഗുളിയെ ഒരു മരുന്ന് ഇത് കണ്ട കിഡ്നി പേഷ്യൻ്റാണ്. ഈ ഇരിക്കുന്ന എൻ്റെ ഭർത്താവ് കിഡ്നി പേഷ്യൻ്റാണ്. ഒരു 6 മണി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാം. ആനയെ പേടിച്ച് ആരും പോവില്ല, പേടിയാണ്. ഇവിടെ വീട്ടിൽ കിടന്ന് മരിക്കട്ടെ എന്നും പറഞ്ഞ് ഒരു മനുഷ്യൻ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ജീവനെ നിങ്ങൾ നിലനിർത്താൻ എന്തെങ്കിലും ഇതിന് സർക്കാരായാലും മന്ത്രി ആയാലും ആരായാലും. പക്ഷെ ഒരു കാര്യം പറയാം, ഇനി ഇവിടെ ഞങ്ങൾക്ക് ഒന്നിനെ ആന കൊന്നു കഴിഞ്ഞ
ആന കൊല്ലേ ആനയുടെ ഇപ്പം 2 കൊച്ചുങ്ങളെ വണ്ടി എടുത്ത് അടിച്ച് അത് 2 രക്ഷപ്പെട്ട് മുറിവായിട്ടൊക്കെ രക്ഷപ്പെട്ട് 3-4 എണ്ണത്തിന് ആന കൊന്ന് പിന്നെ ഇങ്ങനെ കിടക്കുകയാണ്. എങ്ങോട്ടിറങ്ങി പോവാൻ? ഞങ്ങൾക്ക് എങ്ങോട്ടും ഇവിടുന്ന് ഇറങ്ങി പോകാനൊരിടമില്ല. ആനയെ പേടിച്ച് ഇങ്ങനെ പെരകത്തിരിക്കും. അതല്ലെങ്കിൽ ഒരു കുരങ്ങ ഒരു പല്ലി ചത്ത് കാട്ടിക്കിടന്നാൽ മന്ത്രി വരും. ഇതെന്താ ഇവിടെ പല്ലി ചത്ത് കിടക്കുന്നത്? എന്നെ കൊണ്ടുപോകും, അല്ലെ അവരെ കൊണ്ടുപോകും, അല്ലെ മറ്റവനെ കൊണ്ടുപോകും, അല്ലെ ഗ്യാസ്. പക്ഷെ മനുഷ്യനിക്ക് ഒരു വിലയില്ല മക്കളെ, എൻ്റെ പൊന്നു മക്കളെ. ഇവിടെ മനുഷ്യനിക്ക് ഒരു വിലയില്ല. മനുഷ്യനെ ആന കൊന്നാലും പന്നി കൊന്നാലും സിംഹം കൊന്നാലും ഒന്നും ഒരു വിലയില്ല. ഒരു പല്ലി ചത്ത് കാട്ടിക്കിടക്കുമെങ്കിൽ അപ്പോഴും വരും കേസ് എടുക്കാനും, അല്ലെങ്കിൽ ഇതെന്ത് ഇവിടെ ചത്ത് കിടക്കുന്നത് അതിൻ്റെ നേരെ കേസ് എടുക്കാനും നോക്കാനും കാണാനും. പക്ഷെ മനുഷ്യനിക്കൊരു പല്ലിയുടെ വില പോലും ഇല്ല. എന്തെങ്കിലും നിങ്ങൾ ഇതിനൊരു നടപടി നമുക്ക് ഒപ്പിച്ച് തന്നാൽ പടച്ചവൻ്റെ ഭാഗത്തെ പുണ്യം കിട്ടും. പേടിച്ച് റോഡിൽ പോയി കിടക്കാൻ പറ്റും? ഇവിടെ നിന്ന് വാരിക്കെട്ടി കലവും ചട്ടിയും കൊണ്ടുപോയി റോഡിൽ പോയി വേവിച്ച് പിടിച്ച് കിടക്കാൻ പറ്റും? എവിടെയെങ്കിലും മഞ്ഞുള്ളാതെ നമ്മൾ കിടക്കണ്ടേ? അതുകൊണ്ട് ഇവിടെ കിടക്കുന്നു. കാട്ടാനെ ഇപ്പോൾ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. ഏറ്റുമുട്ടിയിട്ടുണ്ട്. അന്നൊന്നും ഇത്ര ശല്യം അറിഞ്ഞായിരുന്നോ? സംഭവം അറിഞ്ഞു. എന്താ പറയാനുള്ളത്? പേടിച്ചിട്ട് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. പേടിച്ചിട്ട് നടക്കാൻ പറ്റൂല. ഇവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ നടന്നെങ്കിൽ ആളുള്ളിടത്ത് എത്താൻ പറ്റുള്ളൂ, റോഡിൽ എത്താൻ പറ്റുള്ളൂ. അപ്പം നേരത്തേക്ക് നമ്മളിങ്ങനെ വന്നാലും നടന്നു പോകും. പക്ഷെ ഇപ്പൊ കുറച്ച് ആളുകൊണ്ട് ഒട്ടും പോവാൻ. പിള്ളേരൊക്കെ സ്കൂളിൽ പോകാനൊക്കെയോ? പിള്ളേർ സ്കൂളിൽ പോകാനും അത് തന്നെ. ബസ് വന്നില്ലെങ്കിൽ അന്ന് സ്കൂളിൽ പോകാൻ പറ്റൂല, വണ്ടിയില്ല. പിന്നെ രാത്രിയിലുള്ള സഞ്ചാരം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? രാത്രി ലൈറ്റ് പോലും ഇല്ല, രാത്രി പോവാൻ പറ്റൂല. എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ഇവിടെ കിടന്ന് മരിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ ഇപ്പൊ വണ്ടിക്കാർ പോലും വരൂല. ഒരു വണ്ടിയും വിടൂല. ഇപ്പൊ ഇങ്ങനെ ശല്യം ആയതുകൊണ്ട് ഒരു വണ്ടിയും വരൂല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് ഇവിടെ ഉള്ളത്. എന്ത് നടപടിയാണ് നിങ്ങൾക്ക് വേണ്ടത്? നടപടി എന്ന് പറഞ്ഞാൽ ഒന്നീ നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട് നമുക്കുള്ളത് തന്ന് നാട്ടിൻപുറത്ത് നമ്മൾ ഉള്ളത് കൊണ്ട് മേടിക്കാം, ഇറക്കി വിടണം. ഇല്ലെങ്കിൽ ആനയുടെ ശല്യം, കുരങ്ങന്റെ ശല്യം മാറ്റിത്തരണം. ഒന്നും നമുക്ക് വീട്ടിൽ പോലും ഒന്നും വേവിച്ച് വെക്കാൻ പറ്റുന്നില്ല, കുരങ്ങ് ശല്യം. പിന്നെ പുറത്തിറങ്ങാൻ പോയ ആന ശല്യം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് റോഡിലോട്ട് ഇറങ്ങി വല്ലതാ വാങ്ങിച്ചുകൊണ്ടൊന്ന് വേവിച്ചെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതിന് പോലും പറ്റുന്നില്ല. പകല് പോലും പുറത്തിറങ്ങാൻ പേടിയാണ്. പകല് പോലും ഇപ്പൊ പേടിയാണ്. ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് പകല് പോലും പേടിയാണ്. മറ്റേത് 2-3 പേരുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ പേടിച്ചെങ്കിലും റോഡിൽ നടന്നു പോകും. പക്ഷെ ഇപ്പൊ അതിനും പറ്റാത്ത അവസ്ഥയാണ്. അവർക്കെന്തേലും അവർ വോട്ടാകുമ്പോൾ ഇപ്പം ഇവർക്ക് ഇരിപ്പിന്ന് എണീക്കാൻ പറ്റൂല. ഇതെൻ്റെ ഭർത്താവാണ്. ഇരിപ്പിന്ന് എണീക്കാൻ പറ്റും. പക്ഷെ വോട്ടാകുമ്പോൾ ഒരു വണ്ടിയും കൊണ്ട് ഇവിടെ വരും. ഏത് പാർട്ടിക്കാരായിരുന്നാലും വോട്ടാകുമ്പോൾ ഇവിടെ വരും. ഇവരെ താങ്ങിയെടുത്ത് വണ്ടി ഇരുത്തി കൊണ്ടുപോകും. തിരിച്ച് വേണം ഇവിടെ കൊണ്ടാക്കും. എന്ത് വേണോ അത് കഴിഞ്ഞാൽ അങ്ങനെ അവർക്ക് ഇപ്പം എന്തായാലും മരിച്ചാലും ശരി, പിഴച്ചാലും ശരി, ജീവിച്ചാലും ശരി, എന്തായിരുന്നാലും പാർട്ടിയുടെ ഇതൊന്നും നമുക്ക് ഒരു ഇതുമല്ല മോളെ. കോൺഗ്രസ് ഏത് പാർട്ടി ആയാലും നമുക്ക് നമ്മളെ ജീവന സുരക്ഷത വേണം. അത്ര മാത്രമേ ആവശ്യം. ആരായാലും ആര് ഭരിച്ചെന്നും പറഞ്ഞ് ഒരു പ്രശ്നം. ആര് ഭരിച്ച എന്ത്, നമുക്ക് ജീവന സുരക്ഷത അതാണ് ആവശ്യം. അല്ലാതെ പാർട്ടിയോ മന്ത്രിയോ അങ്ങനെ വേറെ ഒന്നും ഒരു പാർട്ടിയാലും ഒരു പ്രശ്നവും ഇല്ല. കോൺഗ്രസ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, BJP ആവട്ടെ, ഏതായിക്കോട്ടെ, നമുക്കിവിടെ സുരക്ഷതയാണ് ആവശ്യം. സുരക്ഷത തരുന്ന ഒരു പാർട്ടിക്ക് ഒറ്റ കെട്ടായിട്ട് നിന്ന് നമ്മൾ വോട്ട് ചെയ്യും. അത് പൂർണ്ണമായിട്ട് പറയുന്നു. ഇവിടെ എല്ലാം നമ്മൾ ഒരൊറ്റ കെട്ടായിട്ട് നിൽക്കും. നമ്മൾ ഇല്ല, ഇവിടെ നമുക്കിതിനൊരു സുരക്ഷത കിട്ടാത്ത പക്ഷം ഇതിന് ആരെങ്കിലും ഒരു നിയന്ത്രണം, ഏത് പാർട്ടിയെ മുന്നോട്ട് കടന്നു വരട്ടെ, അത് വന്ന് വോട്ടിന് വേണ്ടിയിട്ട് മാത്രമായിട്ടായിരിക്കരുത്. വോട്ടും ചെയ്തിട്ടാണ് പോയി പിന്നെ പൊടിയും തട്ടിയും അങ്ങനെയല്ല. ഇതിനൊരു സുരക്ഷത ഇവിടെ കണ്ടുപിടിച്ചില്ലെങ്കിൽ അടുത്ത് ഒരൊറ്റ ഈ ശാസ്ത്രനട ഒറ്റ നിവാസികളും വോട്ട് ചെയ്യാൻ പോകില്ല. ആർക്കും വോട്ട് ചെയ്യാൻ പോകില്ല. കാരണം 3-4 എണ്ണം മരിച്ച്. ഇനിയിപ്പോൾ അടുത്തത് മരിക്കുന്നത് ഞാനായിരിക്കും, അല്ലെങ്കിൽ ഈ നിൽക്കുന്നവനായിരിക്കും, അല്ലെങ്കിൽ മറ്റൊന്നായിരിക്കും. നമുക്കൊരു സുരക്ഷത ഇവിടെ ഇല്ലെങ്കിൽ എന്തിനു വോട്ട് ചെയ്യാൻ പോണോ? കുരങ്ങും ആനയും ഒക്കെ ചെന്ന് വോട്ട് ചെയ്യും. അവരുടെ വോട്ട് കൊണ്ട് ജയിക്കും. മന്ത്രിയാവും, പറഞ്ഞ മോളായാലും ആരായാലും അപ്പോൾ ഇവർ ജയിക്കും. ആന പോകും ഇവിടെ നിന്ന് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ കുരങ്ങ് പോവും, പന്നി പോവും, അല്ലെങ്കിൽ നമ്മളെ കൊല്ലാൻ വരുന്നില്ല ഈ മൃഗങ്ങൾ പോയി വോട്ട് ചെയ്യും. അപ്പോൾ അവർ ജയിക്കട്ടെ, മന്ത്രി ആവട്ടെ, MLA ആവട്ടെ, അത് മതി. കണ്ടില്ലേ, ഇതാണ് ഈ ഗ്രാമത്തിന്റെ അവസ്ഥ. അതും തലസ്ഥാന നഗരിയിൽ. വയനാട്ടിലെ ആനയാക്രമണത്തെ പറ്റിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. പക്ഷെ എത്ര പേരാണ് ഈ ഗ്രാമത്തെ പറ്റി TV-യിലും മറ്റു വാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുള്ളത്? എന്തായാലും ഇവിടുത്തെ ആളുകൾക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ഈ സംഭവത്തെക്കുറിച്ച് ഇതുവരെയായിട്ട് ജനപ്രതിനിധികളോ
മറ്റുള്ള അംഗങ്ങളോ ഒന്നും ഇവിടെ ആരെയും തിരക്കി വന്നിട്ടില്ല. മാത്രമല്ല, കാട്ടാന ആക്രമണത്തിൽ 2-3 അധികം പേരാണ് ഈ മാസം തന്നെ ഈ ഗ്രാമത്തിൽ മരിച്ചിട്ടുള്ളത്. ഗ്രാമവാസികളുടെ പ്രതികരണങ്ങൾ അധികാരികൾ കേൾക്കാതെ പോകരുത്. ഇനിയെങ്കിലും നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ജീവനുകൾ പൊലിഞ്ഞേക്കാം.